നമസ്കാരം. എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS ഏജ് റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. അതായത് താങ്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാം കൂടെ ബന്ധപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. അതായത് മൊസാദുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മൊസാദ് താങ്കൾ CBI പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊസാദ് താങ്കളെ തട്ടിക്കൊണ്ടുപോയി എന്ന അതീവ രഹസ്യമായൊരു കാര്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ താങ്കൾ വെളിപ്പെടുത്താൻ പോകുന്നത്. എന്താണ് താങ്കൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടെന്ന് തോന്നുന്നു. CBIയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. പക്ഷേ അത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ആയിട്ട് ഫങ്ഷൻ ചെയ്ത സമയത്താണ് ശരത്ത് ചോദിച്ചതുപോലെ ഒരു സംഭവം ഉണ്ടായത്. അപ്പം ഞാനത് പറയുന്നതിന് മുമ്പ് എൻ്റെ അന്നത്തെ ഒരു സ്ഥിതിവിശേഷം അത് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയെന്ന്, മൊസാദിനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന അലീജിന് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം അത് പറയട്ടെ. ഞാൻ ഈ കേരള പോലീസിൽ ജോലി ചെയ്ത് എപ്പോഴും എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഞാൻ വഴിതെറ്റി ഇതിനകത്ത് വന്നതാണ്. അപ്പം ഞാൻ കുറച്ച് നാളിങ്ങനെ യൂണിഫായിട്ട് വളരെ ചുരുങ്ങിയ വർഷം ജോലി ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി ഈ വിജിലൻസ് പോയി ജോലി ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം ഭയങ്കരമാണ്. അന്ന് എനിക്ക് 5 വർഷം സർവീസേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിജിലൻസിൽ പോയി. വിജിലൻസിൽ പോയിട്ട് അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ അന്നത്തെ ഓഫീസേഴ്സ് എല്ലാം വളരെ സത്യസന്ധരായിരുന്നു. DYSP മുഹമ്മദ് കാസിം, SP ഗോപിനാഥൻ, അദ്ദേഹം രണ്ടുപേരും മരണപ്പെട്ടുപോയി. രണ്ടുപേരും ഔട്ട്സ്റ്റാൻഡിംഗ്ലി ഓണസ്റ്റ് ഓഫീസേഴ്സ് ആയിരുന്നു. അവിടെ എല്ലാം കൊള്ളാം. പക്ഷേ അവിടെ നിന്ന് റിപ്പോർട്ട് മുകളിലോട്ട് പോയി കഴിയുമ്പോൾ ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ സീനിയർ ലെവലിൽ പോകുമ്പോഴേക്കും അത് ചവിട്ടി, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കാശ് വാങ്ങിക്കാതെ ഞങ്ങൾ അന്വേഷിച്ചതെല്ലാം ചവിട്ടി പിടിക്കാൻ തുടങ്ങി. ഭയങ്കരമായ കറപ്ഷൻ. അപ്പം അപ്പോൾ വിജിലൻസും അടുത്തു, ലോക പോലീസും അടുത്തു, വിജിലൻസും അടുത്തു. ഇന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ആ CBIയിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജന്മൻ രക്ഷപ്പെട്ട്. അങ്ങനെ ഞാൻ തലകുത്തി മറിഞ്ഞ് മൂകാംബയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇടിച്ചു കയറി CBIയിൽ. ഞാൻ CBI ചെന്നു. നോക്കിയപ്പോൾ കൊള്ളാം, എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ്, ഫുൾ സ്ലീവ്, എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷാണ്. ഒഫീഷ്യൽ ലാംഗ്വേജ്. എഴുതുന്നത് കേസ് ഡയറി. ഇവിടെ മലയാളത്തിലല്ലേ കേസ് ഡയറി എഴുതുന്നത്, എല്ലാം ഇംഗ്ലീഷിൽ. എല്ലാം കൊള്ളാം, ഭയങ്കര സോഫിസ്റ്റിക്കേഷൻ. പിന്നെ സിവിൽ സർവീസ് എഴുതി ഡയറക്റ്റ് IPS IAS ഒക്കെ എഴുതി കിട്ടാത്ത പലരും ആണ് അവിടെ SI ആയിട്ട് വന്ന് ജോയിൻ ചെയ്തത്. സൈന്യ സ്കൂൾ കേഡറ്റ്സ് എല്ലാം ഉണ്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഞങ്ങളെ പോലീസുകാരിവിടെ കറക്റ്റായിട്ടുള്ളവർ പൈസ എണ്ണിയാണ് വാങ്ങിക്കുന്നത്. ഇങ്ങനെ കൗണ്ട് ചെയ്ത് തുപ്പൽ തൊട്ട്. അവിടെ സോഫിസ്റ്റിക്കേഷൻ ബ്രീഫ് കേസിലാണ് പൈസ വാങ്ങിക്കുന്നത്. ബ്രീഫ് കേസിൽ. അപ്പോൾ എമൗണ്ട് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവർ ഒരു ബ്രീഫ് കേസ് കൊണ്ടാണ് നടക്കുന്നത്. ഞാനും ആ ബ്രീഫ് കേസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ബ്രീഫ് കേസിന് ഇങ്ങനെ ഒരു ഉപയോഗം കൂടെ. അങ്ങനെ ഞാനും എന്നെ പോലെ ചിന്തിക്കുന്ന അന്നൊരു SP ഉണ്ടായിരുന്നു. അദ്ദേഹം DGP ആയിട്ട് റിട്ടയർ ചെയ്തു, ത്യാഗരാജൻ, തമിഴ്നാട്ടുകാരൻ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ്ലി അപ്രൈറ്റ് ആയിട്ടുള്ള ഓഫീസർമാരുടെ ഒരാളാണ്, ചുരുക്കം ഓഫീസർമാരുടെ ഒരാളായിരുന്നു അദ്ദേഹവും ഞാനും ഒരു ഗ്രൂപ്പായി. ഞങ്ങൾ ചെയ്ത കേസുകൾ വലിയ കോൺട്രവേഴ്സിയായി. പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ പറയുന്നില്ല കേസ് ഏതൊക്കെയാണെന്ന്. അങ്ങനെ CBI പറഞ്ഞ്, ത്യാഗരാജ സാറിൻ്റെ അടുത്തും പറഞ്ഞ്, എൻ്റെ അടുത്തും പറഞ്ഞ്, നിങ്ങൾ ഭയങ്കര മിടുക്കനാണ്, പക്ഷെ ഇത്രയും വലിയ മിടുക്ക് ഞങ്ങൾക്ക് CBIയിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ അടിച്ചു തന്നു. ദ സർവീസ് ഓഫ് Mr. V. Gopalakrishnan is placed back at the disposal of Government of Kerala എന്ന് പറഞ്ഞു ഒറ്റ ലൈനിലടിച്ച്. അതിന് തുടർന്നും പിന്നെ ചില സംഭവവികാസങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറയും. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ച് വന്ന് ഇവിടെ വിജിലൻസി വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ തിരിച്ചും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞ പോലെ ഞാൻ തിരിച്ച് ഇവിടെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇത് ശരിയാവില്ല, എനിക്ക് പോലീസ് വിടണം. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിൽ അഡ്മിഷൻ വാങ്ങിച്ച് 7 വർഷത്തെ ലീവ് എടുത്ത് ഞാൻ ഓസ്ട്രേലിയക്ക് പോയി. ഇനി മേലാൽ ഒരിക്കലും ഇനി തിരിച്ച് കേരള പോലീസ് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓസ്ട്രേലിയക്ക് പോയി. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഞാനവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ
ആ അച്ഛന് വളരെ ഗുരുതരമായ അവസ്ഥയിൽ അസുഖമാണെന്ന് അറിഞ്ഞ് അച്ഛനെ ചികിത്സിക്കാനായിട്ട് ഞാനൊരു ബ്രേക്ക് എടുത്തു. 6 മാസത്തെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വൈഫിനോട് ജോലി ശരിയായിക്കൊണ്ട് വൈഫിനെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാം എന്നുള്ള ഇതിൽ ഞാൻ തിരിച്ചിവിടെ വീട്ടിൽ വന്ന് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ അന്നത്തെ DGP ശാസ്ത്രി സാറ്, എനിക്ക് പരിചയമൊന്നുമില്ല, അദ്ദേഹം വീട്ടിൽ ആളയച്ചിട്ട് പിന്നെ ജീപ്പ് അയച്ചിട്ട് DGPയുടെ ജീപ്പ് അയച്ചിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ എന്നാ തിരിച്ചു പോകുന്ന ഓസ്ട്രേലിയയിൽ? അപ്പം ഞാൻ പറഞ്ഞു സർ ഐ വിൽ ഗെറ്റ് ബാക്ക് ഇൻ ഡിസംബർ. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ ഡിസംബറിന് മുമ്പ് തനിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ സംഘടിപ്പിച്ചോളാം, താൻ ഇപ്പം ഒന്ന് മെഡിക്കൽ കോളേജ് CA ആയിട്ട് പോകും, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വി നീഡ് യുവർ സർവീസ്, അതുകൊണ്ട് യു പ്ലീസ് ഗോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ അച്ഛന് അവിടെ കീമോതെറാപ്പി കൊടുക്കാം, നല്ല കീമോതെറാപ്പി എടുക്കാം, RCCയിലാണല്ലോ ട്രീറ്റ്മെൻറ്റ്. ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജ് CA ആയിട്ട് ഞാൻ പോയി 1 മാസം കഴിഞ്ഞപ്പം അത് കോയിൻസൈഡലാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ജൂൺ മാസം, ഇതേ ജൂൺ മാസം 98 ജൂൺ മാസത്തിൽ ഒരു ഡെഡ് ബോഡി ഒഴുകി വന്നു. ഇതും കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ ഒരവസരത്തിൽ പറയാം. ഡെഡ് ബോഡി ഒഴുകി വന്നു, അത് ഹോമിസൈഡാണെന്ന് കണ്ടപ്പോൾ CAക്ക് ഇൻവെസ്റ്റിഗേഷൻ വന്നു. ഞാൻ പോയി ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു, മറ്റേ സൂയിസൈഡാണെന്നുള്ളത് മാറി അത് ഹോമിസൈഡായി. ഞാൻ അപ്പം തന്നെ കോടതിക്ക് റിപ്പോർട്ട് ചെയ്ത് അത് ഹോമിസൈഡാക്കി. അത് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. എൻ്റെ ഡെസ്റ്റിനി ഡിസൈഡറായിപ്പോയി ആ കേസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അത് സസ്പെക്ട്സ്, അതായത് പോലീസും ഒരു റിനൗണ്ട് ലോയറും ആണ് സസ്പെക്ട്സ്, പ്രതികൾ. ഒരു പെൺവിഷയമാണ് ആ കേസുമായിട്ട് വന്നത്. അപ്പോൾ അവരാണ് സസ്പെക്ട്സ്, പോലീസ് ആൻഡ് ലോയർ. അപ്പം ഞാൻ അവരിലേക്ക് തിരിഞ്ഞപ്പം എനിക്കൊരുപാട് പ്രഷർ വന്നു, ഒരുപാട് പ്രഷർ. പിന്നെ ഞാൻ ഈ ലോക്കൽ പോലീസിൽ അധികം ജോലി ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പലർക്കും എന്നെ അറിഞ്ഞുകൂടാ. അപ്പം അന്ന് 2 പ്രമുഖരായ രണ്ട് സീനിയർ ഓഫീസേഴ്സ്, 2 പേരും DGPമാരായി റിട്ടയർ ചെയ്തു. ഇവന്മാർ 2 പേരും, ഒരാൾ DIG ഗ്രേഡിലും വേറൊരാൾ അന്ന് IG ഗ്രേഡിലും. എന്തിനാണ് എന്നുള്ളത് എനിക്കിപ്പോഴും പിടികിട്ടിട്ടില്ല, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പിടികിട്ടിട്ടില്ല എന്തിനാണത് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. ഇത് സൂയിസൈഡാണ്, ഇത് ഹോമിസൈഡ് അല്ല. ഹോമിസൈഡാണോ സൂയിസൈഡാണോ തീരുമാനിക്കുന്ന ഞാനല്ലല്ലോ, ഞാനോ DGPയോ ചീഫ് സെക്രട്ടറിയോ അല്ലല്ലോ, ഡോക്ടറല്ലേ. അപ്പം ഞാൻ എൻ്റെ അന്നത്തെ അപക്വത കാരണം ഞാൻ കേസ് ഡയറി, ഞാൻ അന്ന് CBI മോഡലായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് കേസ് ഡയറി ഞാൻ തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അതൊന്നും സാധാരണ ലോക പോലീസിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഭയങ്കര തിരക്കായതുകൊണ്ട് ആരെങ്കിലും എഴുതും, നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. പക്ഷേ ഇതിൻ്റെ കേസ് ഡയറി എനിക്ക് മനസ്സിലായി ഇത് വലിയ പ്രശ്നമാണ്. ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് കേസ് ഡയറി എഴുതിക്കൊണ്ടിരുന്നു. അവസാനം ഈ ശല്യം സഹിക്കവയ്യാതെ എന്നെ സാമം ഹേമം ദണ്ഡം പല രീതിയിൽ എന്നെ പ്രഷറൈസ് ചെയ്യാൻ നോക്കി. ഒന്നിനും ഞാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ട് അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, അവർ വേറെ ഒരു പ്ലാൻ, അതായത് ഈ തമിഴ് സിനിമയിലാണ് കാണുന്ന പോലെ ഇവൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇവനെ കൊണ്ട് കേൾപ്പിക്കാൻ ഒരു വഴി അവർ ചെയ്തു. അപ്പം ഞാനിത് കുഴപ്പമാണെന്ന് ഞാനപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചു കേസ് ഡയറിയിലും CBIക്ക് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. എൻ്റെ അടുത്ത് ഇന്ന ഓഫീസർമാർ ഈ കേസ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ആരും എഴുതി അവൻ്റെ മിച്ചം കാണില്ല. ഇപ്പോഴും കേരള പോലീസിലായിരുന്നാലും CBIയിലായിരുന്നാലും അങ്ങനെ എഴുതി സീനിയർ ഓഫീസേഴ്സിന് അഗൻസ്റ്റായിട്ട് ഒരു കേസ് ഡയറി എഴുതിയ അവൻ്റെ ജീവിതം പാഴാണ്, അല്ലെങ്കിൽ അവൻ റിസൈൻ ചെയ്ത് പോകണം. അപ്പം ഞാനങ്ങനെ കേസ് ഡയറി എഴുതി. ഐ റെഫ്യൂസ് ടു ചേഞ്ച് ദ സെക്ഷൻ, ഹോമിസൈഡായിട്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോയി. ഈവൻ ഞാൻ സസ്പെക്ട്സിനെ ഞാൻ നെറ്റിലാക്കി സത്യം പറഞ്ഞ, പക്ഷേ തെളിവില്ലാതെ എൻ്റെ മേലുദ്യോഗസ്ഥർ അവരെ തുറന്നു വിട്ടു. അങ്ങനെയായപ്പോൾ ഞാൻ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഉടക്കി. അവരെല്ലാം എന്നെ മാക്സിമം എന്നെ ഉപദ്രവിച്ചു. അവർ പാത്തിരുന്ന് ഈ തമിഴ് സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻറ്റ് സ്ട്രൈക്ക് ഉണ്ടായി. അപ്പം ഇവന്മാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എനിക്കറിഞ്ഞില്ല ഈ ചതി, എനിക്കറിഞ്ഞൂടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 2 ഓഫീസേഴ്സ് ഭയങ്കര പവർഫുള്ളായിരുന്നു അന്ന് പൊളിറ്റിക്കലായിട്ട് എന്തും. അപ്പോൾ ഇവർ ഇങ്ങനെ പവർഫുള്ളാകാൻ കാരണം കഴിഞ്ഞാൽ ഇവരെന്ത് വൃത്തികേടും ചെയ്യും. ഈ മോളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും ചെയ്യും. ആടിനെ പട്ടിയാക്കുകയോ പട്ടിയെ ആനയാക്കുകയോ എന്ത് വേണോ ഈ ഓഫീസേഴ്സ് ചെയ്യും. അപ്പം
പിന്നെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കൊടുത്തു. ഞാൻ എൻ്റെ കേസ് ഡയറിയിൽ എഴുതി വെച്ചു. അപ്പോൾ അവർ പ്രതികാരമായപ്പോൾ ഇവർ പാത്തിരുന്നിട്ട് മെഡിക്കൽ കോളേജിൽ സ്റ്റുഡൻറ്റ് സ്ട്രൈക്ക് വന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്, ഞാൻ പിള്ളേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ശരിക്കും എനിക്ക് അറസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ എൻ്റെ പുറത്ത് പ്രഷർ ചെലുത്തി. അപ്പോൾ കേസ് വേറെയല്ലേ, ഇവിടെ പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതി, അങ്ങനെ എഡിറ്റോറിയലൊന്നും ഇവിടെ ഒരു പത്രവും അടുത്ത കാലത്ത് എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പത്രങ്ങൾ കേരളകൗമുദി, എനിക്കൊണ്ട് മനോരമ, പിന്നെ ഒരുപാട് ആളുകൾ പിന്നെ പത്രത്തിൽ കൂടെയൊക്കെ, അതായത് നമ്മുടെ ബുദ്ധിജീവികൾ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് മെഡിക്കൽ കോളേജ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹീനസ് ക്രൈം ചെയ്തു, ഒരു രോഗിയെ അടിച്ച് ശരിയാക്കി. അപ്പോൾ പ്രതികളെ ഞാൻ പിടിക്കും, പക്ഷേ എനിക്കൊരു ലിസ്റ്റ് തന്ന് ആ ലിസ്റ്റ് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എൻ്റെ അന്നത്തെ മേലുദ്യോഗസ്ഥൻ എൻ്റെ ഓഫീസിൽ വന്ന് ഇരുന്ന് എൻ്റെ കസേരയിലിരുന്ന് രാത്രി 10 മണിക്ക് ശേഷം എന്നെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിലെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഈ സംഘം, ഈ ഗൂഢസംഘം, സീനിയർ ഓഫീസേഴ്സിൻ്റെ ഗൂഢസംഘം, അതൊക്കെ ഞാൻ അറിയുന്നത് 3 വർഷത്തിന് ശേഷമാണ്, അപ്രോച്ച് ചെയ്തു. പിന്നെ എനിക്കെതിരായിട്ട് മൊഴി കൊടുക്കണം, ഞാൻ അടിച്ചെന്ന് പറയാൻ. അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം അടിച്ചില്ല, അടിച്ചില്ല. പാർട്ടി സ്വാധീനമുള്ളവരായിരുന്നു അവർ. പാർട്ടി സ്വാധീനമല്ല, അന്നത്തെ ഭരണകക്ഷി അവർ സ്വാധീനിച്ചു. ഇവരാരും കോൺഗ്രസ് CPM ഒന്നുമല്ല, അവർ സ്വാധീനിച്ചു. പക്ഷേ നമ്മുടെ ഈ പവർഫുൾ ആയിട്ടുള്ള ഈ 2 ഓഫീസേഴ്സ് അവർക്കിത് എന്നെ ട്രാപ്പ് ചെയ്യണം, അതാരും അറിയുന്നില്ല. അവസാനം അതിൽ ഒരു ഡോക്ടർ ഇവരുടെ കെണിയിൽ വീണു. ആ ഡോക്ടറെ കൊണ്ട് കളവായിട്ട് അയാളുടെ കിഡ്നി ഇമ്പയർമെൻ്റ് ഉണ്ടായിന്ന് കള്ള സർട്ടിഫിക്കറ്റ് ചെയ്ത് എൻ്റെ 20 ഇയേഴ്സ് പോയി, നെക്സ്റ്റ് 20 ഇയേഴ്സ് പോയി. അപ്പോൾ ദേ വേർ എയ്ഡഡ് ബൈ, അല്ലെങ്കിൽ ഹി വാസ് എയ്ഡഡ് ബൈ മറ്റേ അതിലെ 2 സീനിയർ ഓഫീസിൽ ഒരുത്താൻ പതുക്കാൻ ഇത് കാര്യങ്ങൾ കുഴപ്പമാണെന്ന് പറഞ്ഞ് പതുക്കെ അങ്ങ് മാറിക്കളഞ്ഞു. പക്ഷേ മറ്റേ ആൾ നിന്നു. അയാളാണ് ഈ മറ്റേ ഹോമിസൈഡ് കേസ് അന്വേഷണമായിട്ട് വന്നത്. അപ്പം അയാൾ ഈ പ്രതികാരമായിട്ട് അന്ന് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ പോലീസിൽ, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അയാളത് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന് അയാൾ ഇതിൻ്റെ പുറകെ നിന്ന്, ഈ ഡോക്ടേഴ്സിൻ്റെ പുറകെ നിന്ന് ബുദ്ധി പറഞ്ഞു കൊടുത്തു, എങ്ങനെ കിഡ്നി ഇമ്പയർമെൻ്റ് ഉണ്ടാക്കാം. ഇതൊക്കെ പിന്നെ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ അറിയില്ലല്ലോ, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അപ്പം അങ്ങനെ അടുത്ത എൻ്റെ 20 വർഷം പോയി, 20 ഇയേഴ്സ്. എന്നെ മാനസികമായിട്ടും എന്നെ കുടുംബപരമായിട്ടും എൻ്റെ വൈഫിനെ, എൻ്റെ മകളെ, എൻ്റെ മകനെ എല്ലാ വിധത്തിലും മാനസികമായിട്ടും അല്ലാതെ ഇതിലും ഫിസിക്കലായിട്ട് മാത്രം ഒന്നും ചെയ്തില്ല. എൻ്റെ കയ്യിലന്ന് റിവോൾവറുണ്ട്, ഞാൻ പിന്നെ മാർഷൽ ആർട്സൊക്കെ പഠിച്ച ആളായുണ്ട്, അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവർ വേറെ ഇൻഡയറക്റ്റായിട്ട് എല്ലാ പ്രശ്നവും നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാ പരിപാടിയും ചെയ്തു. ഇതൊക്കെ ഇവിടെയുള്ള പഴയ ഡിജിറ്റൽ പിന്നെ ലൈബ്രറിയിലൊക്കെ പോയ പഴയ പത്രങ്ങളെടുത്ത കാണും. അന്ന് കേരളകൗമുദി എന്നെ ഫിയേഴ്സായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു, ഇത് ഹോമിസൈഡാണ്, ഇത് സൂയിസൈഡ് അല്ല എന്നുള്ള ഇതിൽ. എനിവേ അങ്ങനെ എൻ്റെ 20 ഇയേഴ്സ് പോയി. അപ്പോൾ മറ്റേയാളിങ്ങനെ പൊങ്ങി വരെയാണ്. ഓരോ പ്രൊമോഷനും ഞാൻ യുദ്ധം ചെയ്യേണ്ടി വന്നു, ഓരോ പ്രൊമോഷനും. എനിക്ക് തോന്നുന്നു World War III ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഉണ്ടാക്കി. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിലെ പലർക്കും അതറിയാം, സീനിയർ ഓഫീസേഴ്സിനൊക്കെ അറിയാം ഞാൻ ആരെ പറ്റിയാണ് ഇത് പറയുന്നതെന്ന്. അവസാനം ഇയാൾ വളരെ പവർഫുള്ളായിട്ടുള്ള പോസ്റ്റിൽ വന്നപ്പോൾ ഇയാളുടെ റാങ്ക് കൂടുന്തോറും ഇയാളുടെ പവറും കൂടുമല്ലോ. അപ്പം ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഡിജിറ്റൽ ലൈബ്രറി, മീഡിയയുടെ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മാതൃഭൂമിയോ, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, ഈ 3 ആണ് എൻ്റെ ഓർമ്മയിൽ. അവർക്കൊന്നും എന്നോടൊന്നും എതിരൊന്നുമില്ല. പക്ഷേ ദിസ് ഫെലോ വാസ് വെരി പവർഫുൾ. ഇയാൾക്ക് വേണ്ടി, ഇയാൾ അങ്ങനത്തെ പോസ്റ്റിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇയാൾ ഏത് ഗവൺമെൻറ് വന്നാലും അവരുടെ സ്വന്തം ആളാണ്. അങ്ങനെ ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ എൻ്റെ ബാത്റൂമിൽ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉടൻ ഇവർക്ക് ഇൻഫർമേഷൻ പോകും. ഞാൻ വെളിയിലിറങ്ങുമ്പം ആ മതിലിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, മറ്റേ വീഡിയോ ക്യാമറയുടെ ലെൻസ് കാണാം മതിലിൻ്റെ മുകളിൽ കൂടെ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്താ ഇവിടെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ചൂടാവാനൊന്നും പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരും അഗൻസ്റ്റാണ്. ഒരു ചാനലിൽ അടിച്ചു വന്നതാണ് ഇയാളെ. എല്ലാവർക്കും പേടിയാണ്. ഇയാൾ ആരാ? അംബാനിയാണോ? അന്ന് അംബാനി ഒരു വലിയൊരു സംഗതിയായിരുന്നു.
അംബാനിയെ പോലെ ഇയാളെ എല്ലാവർക്കും പേടി. ഞാനൊരു മിഡിൽ ലെവൽ ഓഫീസറാണ്, ഞാൻ നമ്പർ 5 ആണ്. എന്നെക്കാളും ഉയർന്ന ഓഫീസേഴ്സൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ഭാഗത്ത് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ എന്നെ പണിഷ് ചെയ്യില്ല. അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു ആറ്റുകാൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു വിഷയം അവർ കോൺകക്ട് ചെയ്ത് എന്നെ എടുത്ത് തറയിലടിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലീസ് ട്രെയിനിങ് പ്രിൻസിപ്പൽ തുറന്നു കൊടുത്തില്ല, ഭയങ്കര വിഷയമാക്കി. ഇയാൾ അങ്ങനെയാണ്, ഇയാൾ ഹിന്ദു അല്ല, ഇയാൾ ക്രിസ്ത്യാനി അല്ല, ഇയാൾ മറ്റേ ചാനലും അങ്ങ് ഏറ്റുപിടിച്ചു. ചാനലുകാർ അതെല്ലാം ഈ ഓഫീസർ, ഈ ക്രിമിനൽ മൈൻഡുള്ള ഈ ഓഫീസർ കാരണമാണ്. അപ്പോൾ ഇയാളെല്ലാവർക്കും പേടിയാണ്, പോലീസിൽ സകലവർക്കും പേടിയാണ്. ഇയാളവിടെ ഏറ്റുമുട്ടിയ എല്ലാവർക്കും ഇയാൾ പണി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യാതെ ഒഴിഞ്ഞു മാറി പലരും അങ്ങ് പോകും. പക്ഷെ ഐ വാസ് നോട്ട് റെഡി ടു സറണ്ടർ ബിഫോർ. കാരണം നമ്മൾ ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇനി മർഡർ തന്നെയാണ്. ഇനി ഇയാളല്ല, ഇയാളുടെ അപ്പനല്ല, അപ്പൻ്റെ അപ്പം വന്നാലും മർഡർ ഈസ് മർഡർ. മാക്സിമം എന്നെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മാറ്റാം. അപ്പോൾ അവർ ചെയ്തു, അവർ അതിനെ സൂയിസൈഡാക്കി. അത് പിന്നത്തെ കാര്യം. അപ്പോൾ എനിക്ക് PTC പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പം എൻ്റെ മേലുദ്യോഗസ്ഥന് വരെ ഇയാളെ പേടിയാണ്. എൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ADGP റാങ്കിലുള്ള ഒരാളാണ്. എന്നോട് വളരെ സ്നേഹമായിരുന്നു, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇയാളെ ഭയങ്കര പേടിയാണ്. കാരണം സാധാരണ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയാണ് ചില കാര്യങ്ങൾ. ഒരു ദിവസം ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ DGPയുടെ ക്വാർട്ടേഴ്സിൻ്റെ ഇപ്പുറത്താണ് IPS ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കാണാനായിട്ട് ഈ ഓഫീസിൽ അദ്ദേഹത്തെ 2 ദിവസമായിട്ട് കണ്ടില്ല. അപ്പം ചെന്നപ്പോൾ ഇദ്ദേഹം മോളിൽ നിന്ന് ഓടി താഴെ ഇറങ്ങി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. താഴെ ഇറങ്ങിയിട്ട് എൻ്റെ തന്നെ ഗോപാൽ ലെറ്റസ് വാക്ക്. അദ്ദേഹം നോർത്ത് ഇന്ത്യനാണ്, മലയാളം അറിഞ്ഞിട്ട്. ലെറ്റസ് വാക്ക് ആൻഡ് ടോക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച്, സാധാരണ ഇങ്ങനെ വീട്ടിൽ റിസീവ് ചെയ്ത് എല്ലാം ചെയ്യുന്നതാണ്, ഇതെന്താ താഴെ? അപ്പോൾ എന്നിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഐ ആം സ്കെയർഡ് ഓഫ് യുവർ ഫ്രണ്ട്, യുവർ ക്ലോസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ച എൻ്റെ എനിമി. സോ ഈസ് ആഫ്റ്റർ മീ നൗ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് അലവൻസ് തരുന്നു, നിങ്ങളെ ഞാൻ നേരാമണ്ണം കൺട്രോൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പുറകെ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഒന്ന് കുറയ്ക്കാം. അതുകൊണ്ട് ഇനി നിങ്ങളിവിടെ വരണ്ട എൻ്റെ വീട്ടിൽ. അങ്ങനെ പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല, പക്ഷെ അയാൾ പോലും പേടിച്ചു പോയി അവസാനം. അപ്പോൾ ഇതാണ് എൻ്റെ സിറ്റുവേഷൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ. പിന്നെ അവിടെ ഞാൻ ചോദിച്ച് വാങ്ങിച്ചു പോയതാണ്. ഒരാളും വരില്ല പോലീസ് ട്രെയിനിങ് കോളേജിൽ. ഞാൻ പഠിപ്പിക്കാൻ. പിന്നെ അവിടെ അതൊരു അൺകവറ്റഡ് പോസ്റ്റാണ്, ഡെക്കറേറ്റഡ് ഒരു കിടിലൻ കവറ്റഡ് പോസ്റ്റൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയാൽ ആരും അങ്ങോട്ട് തള്ളൂലല്ലോ, എന്നെ ഉപദ്രവിക്കാനും അവിടെ പിള്ളേരെ പഠിപ്പിച്ച് കഴിയാം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഏറ്റവും കൂടുതൽ കാലം പോലീസ് ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്ത വ്യക്തി ഞാൻ തന്നെയാണ്. പിന്നെ എന്നെ ബലമായിട്ട് എന്നെ അവിടുന്ന് മാറ്റുകയാണ് ചെയ്തത്. എനിക്ക് അസെഷൻ തന്നില്ല, അതും ഇയാൾ തന്നെയാണ് കാരണം. ഇയാളൊന്ന് വെരി പവർഫുൾ പോസ്റ്റാണ്. ആർക്കെതിരായിട്ടും നമ്മുടെ എഡ്ഗാർ ഹൂവർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, FBI ഡയറക്ടർ 40 വർഷം എഡ്ഗാർ ഹൂവർ ഉണ്ടായിരുന്നു. അങ്ങേര് മാനിപ്പുലേറ്റർ, ദ ഗ്രേറ്റസ്റ്റ് മാനിപ്പുലേറ്റർ ഓഫ് ദ വേൾഡ്, പോലീസ് എന്നല്ല വേൾഡ്. അദ്ദേഹത്തെ പറ്റി ഒരുപാട് സീരിയൽ ഇറങ്ങി, ബുക്ക് ഇറങ്ങി. അപ്പം ഈ എഡ്ഗാർ ഹൂവറാണ് കെനഡിയെ കൊന്നത്, മർലിൻ മൺട്രോയെ കൊന്നത്, പിന്നെ നമ്മുടെ ലിൻഡൻ ജോൺസനെ കൊണ്ടുവന്നത്. അങ്ങനെ അയാൾ ഭയങ്കര മാനിപ്പുലേറ്റർ. അപ്പം ഞാൻ ഒരു 5 വർഷം മുമ്പ് പേര് വയ്ക്കാതെ ഈസ് ദിസ് ഫെലോ ആൻഡ് എഡ്ഗാർ ഹൂവർ ഓഫ് കേരള പോലീസ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ബ്ലോഗ് എഴുതി, പേര് വയ്ക്കാതെ. അപ്പം മനസ്സിലാവും വായിക്കുന്നവർക്ക്. അപ്പോൾ എഡ്ഗാർ ഹൂവർ ആയിരുന്നു ഇയാൾ എന്തും ചെയ്യും. ഇയാൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സോഴ്സ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കും, CM-നോ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും. അപ്പം ഞാൻ സന്യാസിയല്ല, സിദ്ധനെ പോലെ ജീവിച്ചുകൊണ്ട് ഞാൻ ഹണി ട്രാപ്പിലോ വേറെ ഒന്നിലും എന്നെ വീഴ്ത്താൻ പറ്റില്ല. പിന്നെ കാശ് നമുക്ക് ഇത്രയും വർഷം സർവീസായില്ല, അതുകൊണ്ട് ഞാൻ കാശ് വാങ്ങിക്കില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിലേതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, മദ്യം കഴിക്കുകയോ ഏതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവന്മാർ ഈ സംഘം, ഈ ചെറിയൊരു സംഘം, അയാളുടെ കൂടെ ഒരു ചെറിയ സംഘവും കൂടെ ഉണ്ട്, എന്നെ ജയിലിലാക്കിയെന്ന്. ഞാനെന്ന് പോലീസ് ട്രെയിനിങ് കോളേജിൽ വ്യാപകമായ തോതിൽ ക്ലാസ് എടുക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സസ് ഉണ്ട്, അപ് ടു ദ റാങ്ക് ഓഫ് DYSP. അപ്പോൾ എനിക്ക് ക്ലാസ് എടുക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മറുനാടനിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ 2012 തൊട്ട്
നമ്മുടെ പോലീസുകാർ തൊട്ട് DYSPക്ക് വരെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ സബ്ജക്ട്സ് ഇന്ത്യൻ പീനൽ കോഡോ എവിഡൻസ് ആക്റ്റോ അതൊന്നുമല്ല. ഞാൻ അതിലൊന്നും വലിയ പ്രൊഫഷനൊന്നുമല്ല. അതിന് മിടുക്കന്മാരെ പ്രോസിക്യൂട്ടർമാരുണ്ട്, ലോയേഴ്സുണ്ട്, പിന്നെ മാത്യു പോളികാർപ്പ്, ഹാരിസ് സേവിയർ, ഇങ്ങനെ രാജശേഖരൻ നായർ, അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചു, ചാത്തന്നൂർ. അവരൊക്കെ അതിപ്രഗത്ഭമായ ഓഫീസേഴ്സാണ്. ഒരുപാട് ലാൻഡ് ഓർഡർ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഞാൻ ക്ലാസ് എടുപ്പിക്കും. അതൊക്കെ എടുക്കും. പക്ഷെ ഞാൻ നമ്മുടെ പോലീസുകാർ ഒരു DYSPക്ക് ക്ലാസ് എടുത്തത് വേറെ സബ്ജക്ട്സാണ്. അതായത് പോലീസുകാർ ആഹാരം കഴിക്കാൻ പോകുമ്പം ടേബിൾ മാനേഴ്സ്, പിന്നെ കാപ്പ് കുടിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളെ പലരും വാച്ച് ചെയ്യുന്നു, നിങ്ങൾ ലാൻഡ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ലേഡി നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാം, നിങ്ങൾ യൂണിഫോം നിൽക്കുമ്പോൾ സംസാരിക്കാൻ വരും, നിങ്ങൾ കറുത്ത ഗ്ലാസ് വെച്ചിരിക്കുന്നു, നിങ്ങൾ ഗ്ലാസ് ഇങ്ങനെ വെച്ചോണ്ട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ എന്തൊക്കെ മാനറിസം, എത്തിക്വറ്റ് നിങ്ങൾ അനുസരിക്കണം പോലീസുകാർ. പക്ഷേ ഇത് IPS ഓഫീസേഴ്സിന് ഹൈദരാബാദിൽ ഇതൊക്കെ ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പോലീസുകാർ തൊട്ട് DYSP റാങ്കിലുള്ളവർക്ക് അതില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനത്തെ ക്ലാസ്സുകളാണ്. പിന്നെ മ്യൂസിയത്ത് പാർക്കിൽ ഒരു പെൺകുട്ടിയും 20 വയസ്സായ പെൺകുട്ടി 25 വയസ്സായ ഒരു പയ്യനും ഇരിക്കുമ്പം നമ്മുടെ യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസ് ആരുടെ എഴുന്നേറ്റ് വരട്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുക. ഇതൊക്കെ ഇപ്പോൾ ഇല്ല, പണ്ടത് സ്ഥിരം സംഭവമായിരുന്നു ഈ അടുത്ത കാലം വരെ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമോ നിയമപരമായിട്ട്? എന്തുകൊണ്ട് കമ്പയർഡ് ടു ഇൻ്റർനാഷണൽ പോലീസ്? ഓസ്ട്രേലിയൻ പോലീസ് ചെയ്യുമോ, അമേരിക്കൻ പോലീസ് ഇവർ ചെയ്യുമോ, ബ്രിട്ടീഷ് പോലീസ് ചെയ്യുമോ, ജർമ്മൻ പോലീസ് ചെയ്യുമോ? അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളായിരുന്നു എൻ്റെ. അതിൻ്റെ കൂട്ടത്തിൽ റെഗുലറായിട്ട് മൊസാദിനെ പറ്റി ഞാൻ അന്ന് ഈ മൊസാദ് എന്താണെന്ന് പോലും ഇവിടെ പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഒഴിച്ച് ബാക്കി ആർക്കും മൊസാദിനെ പറ്റിയൊന്നും വലിയ വിവരമില്ല. മൊസാദിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പലതും പവർ പോയിൻ്റാണ്. പവർ പോയിൻറ്റിൽ മൊസാദിൻ്റെ ഫിലിംസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വലിയൊരു 80 സെൻറ്റിമീറ്റേഴ്സ് മറ്റുള്ള ഒരു ഹ്യൂജ് TV ഉണ്ടായിരുന്നു അവിടെ. പഠിപ്പിക്കാനുള്ള ആവശ്യത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നതാണ്. അപ്പോൾ ആ TV ആണ് ഞാൻ ഇത് ലാപ്ടോപ്പ് വെച്ചിട്ട് ഇത് ഉദാഹരണം മൊസാദ് 2010 ജനുവരിയിൽ എനിക്ക് തോന്നുന്നത് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും ആ ഫിലിം തന്നെ. പിന്നെ ഹമാസിൻ്റെ ഒരു ഭയങ്കര ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്, അവനെ പിടിക്കാൻ പറ്റില്ല. അവന് 25 പേരടങ്ങുന്ന മൊസാദിൻ്റെ ഒരു ലേഡിയാണ് അതിൻ്റെ ഹെഡ് ലേഡി. ആ ലേഡിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് 5 സംഘമായിട്ട് പിരിഞ്ഞ് ഇയാളെ തട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലൊന്നും അല്ല ചെയ്തത്. അയാളുടെ ചെവിയിൽ എന്തോ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പോൾ BP കൂടി പുള്ളി തീർന്നു. അപ്പോൾ അതൊരു വലിയ ഡീറ്റെയിൽഡായിട്ട് മൊസാദിൻ്റെ ഫിലിംസ് എന്നിട്ട് പഠിപ്പിക്കുക. പിന്നെ എൻഡബേ ഓപ്പറേഷൻ, പിന്നെ അവരുടെ മൊഗദഷ് ഓപ്പറേഷൻ, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് മൊസാദിനെ പറ്റിയും ഇസ്രായേലിനെ പറ്റിയും. മാത്രമല്ല റഷ്യൻ KGBയെ പറ്റിയും, KGBയുടെ ഓപ്പറേഷൻസ്, MI6ൻ്റെ ഓപ്പറേഷൻസ്, CIA ഓപ്പറേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. അത് ഇപ്പോഴും ആരും എടുക്കുന്നില്ല. അത് ഞാൻ പോയതോടെ ഇതൊന്നും പോലീസുകാരന്മാരൊക്കെ ഇതെന്തിനു പഠിക്കണം അങ്ങനെ. അപ്പോൾ ഈ മറ്റവൻ വെളിയിലുണ്ടല്ലോ എൻ്റെ എതിരാളി. അപ്പോൾ അയാൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഇതിന് 1000 രൂപ കിട്ടും എനിക്ക് പഠിപ്പിച്ച. അപ്പോൾ ഞാൻ പൈസയും സമ്പാദിക്കുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇയാൾക്ക് വെപ്രാളമായി. ഇയാൾ പെറ്റീഷനൊക്കെ എഴുതി വെച്ച് അവിടുത്തെ പോലീസുകാരെയും SIമാരെയൊക്കെ വ്യഭിചാരം പഠിപ്പിക്കുകയാണ് ഇയാൾ. ഈ പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലിൻ്റെ ക്ലാസ് ഉടനെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് മുകളിലൊക്കെ പണിഞ്ഞു. ഞാനറിയുന്നില്ല. ഇപ്പോൾ സർപ്രൈസായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മറ്റേ ഇതും കൊണ്ടുവരും, മറ്റേ വീഡിയോ ക്യാമറയായിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ക്ലാസ് എടുക്കാം, ഈ പെറ്റീഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്ത് പഠിപ്പിക്കുമെന്ന് അറിയാൻ വേണ്ടി അവർ വീഡിയോ ആക്കിക്കൊണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ ആയിക്കൊണ്ട് പോട്ടെ. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പോവുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ലാൻഡ് ലൈനിൽ, അന്ന് ഈ മൊബൈലുണ്ട് പക്ഷെ ഇത്ര പോപ്പുലർ അല്ലല്ലോ, ലാൻഡ് ലൈനിൽ എന്നെ ഒരു ലേഡി ടെലിഫോണിൽ വിളിച്ചു. അപ്പം ഫോറിൻ ആക്സെൻ്റാണ്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ബാംഗ്ലൂർ ഒരു കോൺഫറൻസ്. ഇപ്പോൾ പറഞ്ഞതാണ്, ദിസ് ഈസ് ഫ്രം ദ കോൺസുലേറ്റ് ഓഫ് ഇസ്രായേൽ ബാംഗ്ലൂർ. I am so and so. പിന്നെ we have a conference like this and we have decided to send you an invitation if you are willing.
അപ്പം ഒന്നാമത് എനിക്ക് ഇയാൾ എന്തോന്നാണ് വെച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടല്ലോ. ഞാൻ വെച്ച ഹണി ട്രാപ്പ് തന്നെ. ഇനി എന്നെ വേറെ ഒന്നിലും കിട്ടാത്തതുകൊണ്ട് ഇയാൾ എന്നെ ഹണി ട്രാപ്പ് ചെയ്യാൻ നിൽക്കുകയാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, മാഡം ഐ ആം ഇൻ എ ക്ലാസ് നൗ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ച്. എന്നിട്ട് ഈ നമ്പർ, അപ്പോൾ ഇയാൾ ഈ ശത്രു എനിക്കുള്ളതുകൊണ്ട് ഈ വരുന്ന നമ്പറൊക്കെ എനിക്ക് ഇതിൽ വരും. ഞാനൊരു മെഷീൻ വെച്ചിട്ടുണ്ട്, ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഈ നമ്പർ എടുത്തിട്ട് എൻ്റെ ബാംഗ്ലൂരുള്ള എൻ്റെ CBIയിലെ എൻ്റെ പഴയ ഫ്രണ്ട് ഒരു കൃഷ്ണമൂർത്തി ഉണ്ട്, DSP. അപ്പം ഞാൻ കൃഷ്ണമൂർത്തിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, തമിഴനാണ്, ഞാൻ പറഞ്ഞു ഇത് എവിടുത്തെ നമ്പറാണെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാൻ പറഞ്ഞു. അപ്പം അവനൊരു അരമണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് അവൻ പറഞ്ഞ് ഇത് ഇസ്രായേൽ കോൺസുലേറ്റിൻ്റെ നമ്പറാണ്. ഞാൻ പറഞ്ഞ ഷുവറാണോ, നീ പോലീസുകാരെ വേറെ ആരെയും വിട്ട് നോക്കി? അല്ലല്ല, ഞാൻ തന്നെ നോക്കിയതാണ്, ഇസ്രായേൽ കോൺസുലേറ്റ് നമ്പറാണ്, ഞാൻ ആ ബോർഡ് കണ്ടിട്ടുണ്ട്. ശരി എന്ന് പറഞ്ഞ് തിരിച്ചു. ഞാൻ പിന്നെ റൂമിനകത്ത് കയറി രഹസ്യമായിട്ട് ആരും കേൾക്കാതെ ഞാൻ വിളിച്ചപ്പം ഈ ലേഡിയുടെ പേര് പറഞ്ഞപ്പോൾ ആ ലേഡിയെ കണക്ട് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നമ്മുടെ സുഹൃത്ത് മറ്റേ എതിരാളി ഉണ്ടല്ലോ വെളിയിൽ വളരെ ആക്റ്റീവായിട്ട്, എന്ത് വിധേന എന്നെ തട്ടണമെന്നുള്ളതിന്. അപ്പോൾ എനിക്കെല്ലാം സംശയമാണ്. വണ്ടി ഓടിക്കുമ്പോൾ പോലും ഞാൻ മിററിൽ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലോറി ബാക്കി വരികയാണെങ്കിൽ ഉടനെ ഞാൻ വണ്ടി സൈഡിലോട്ട് വെക്കും, അവൻ കയറിപ്പോട്ട്. ഞാൻ ലോറി കൊണ്ട് നമ്മളെ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നുമില്ല, റാഷ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ്, ഡെത്ത്, അത്രയേ ഉള്ളൂ. അത്ര ഞാൻ കോഷ്യസ് ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് നമുക്ക് വേറൊരു എപ്പിസോഡിൽ പറയാം, അയാൾ വേറെ എന്തൊക്കെ ചെയ്തെന്ന്. അപ്പോൾ മറ്റേ ആ ലേഡിയെ കിട്ടി. അപ്പോൾ ഞാൻ ആ ലേഡിയെ അടുത്ത് ചോദിച്ചു, യു സി ഐ ആം എ സൂപ്രണ്ട് ഓഫ് പോലീസ്, പ്രിൻസിപ്പൽ ഹോൾഡിംഗ് ദ റാങ്ക് ഓഫ് സൂപ്രണ്ട് ഓഫ് പോലീസ്. there are so in the pecking order I am only number 5. So my question to you is, when there are about 100 officers belonging to the 100 officers above me who are superior to me, who belong up to the 4th strata. I belong to 5th strata. അപ്പം DG, IG, DIG എന്തുകൊണ്ട് നിങ്ങൾ അതിലുള്ള ഒരാളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലേ? വേറെ ആരെയെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടാണ്? നോ, വി ഹാവ് ഇൻവൈറ്റഡ് ഓൺലി യു ഫ്രം കേരള പോലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഇൻ മീ? ഐ ആം ജസ്റ്റ് എ പ്രിൻസിപ്പൽ, ദിസ് ഈസ് ആൻ അൺകഫസ്റ്റഡ് പോസ്റ്റ്. അപ്പോൾ ഇതൊന്നും എനിക്ക് മൊസാദിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ചിന്ത വന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയായിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, ഗോപാൽ, ഇസ്രയേൽ നോസ് എവറിത്തിങ് അബൌട്ട് യു, സോ യു വുഡ് ലൈക്ക് ടു കം? ഞാൻ പറഞ്ഞു, യെസ്, ഐ വിൽ കം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ അവർ ബാക്കി ഡീറ്റെയിൽസൊക്കെ തന്നു. അവർ മറ്റേ ഇമെയിലിൽ അയക്കാമെന്ന് പറഞ്ഞു, അതൊക്കെ അയച്ചു. പക്ഷേ എനിക്ക് ഇത് പോകാൻ പറ്റില്ല, ഞാൻ പ്രിൻസിപ്പലല്ലേ. എനിക്ക് ADGP എടുത്ത് പറയണം. ADGP ഇസ്രായേലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങനെ പേടിച്ച്, അതങ്ങനെ ആൾറെഡി വരേണ്ടി നിൽക്കുകയാണ്. അപ്പം തന്നെ അത് മുകളിലോട്ട് അയക്കും. മുകളിലത്തെ DGPക്ക് എന്നെ അയക്കണമെന്ന് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അയക്കില്ല. കാര്യം ഐ ആം ദി നോൺ എനിമി ഓഫ് ദ അതർ ഫെലോ. അവസാനം ഇങ്ങനെ പണി. അത് പിന്നെ ഗവൺമെൻറ്റിൽ പോകണം. ഇമ്പോസിബിൾ, നടക്കണ കാര്യമല്ല. എനിക്കാണെങ്കിൽ പോയേ പറ്റൂ. എൻ്റെ പണി പോയാലും കുഴപ്പമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ജൂതനെ പോയി കണ്ടിട്ടെന്ന കാര്യം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഞാൻ 2 ദിവസത്തെ CL ആരടുത്തും പറഞ്ഞില്ല. ചിലപ്പോൾ അല്ല, എൻ്റെ വൈഫ് ഈ എപ്പിസോഡ് കാണുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. എൻ്റെ വീട്ടിൽ ആർക്കും ഇത് അറിഞ്ഞൂടാ. എൻ്റെ ഗുരുവിനറിയാം. എനിക്കൊരു ഗുരുവുണ്ട്, ഇൻറ്റ്യൂട്ടീവ് പവറുള്ള ഒരു സ്വാമിയാണ്, അദ്ദേഹത്തിന് അറിയാം. വേറെ ആർക്കും അറിഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 2 ദിവസത്തെ CL വാങ്ങിച്ചു, ബാംഗ്ലൂർ പോകാനോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ വോൾവോ ബസ്സിൽ കയറി. അവരെൻ്റെ ടിക്കറ്റൊക്കെ തന്നു, ടിക്കറ്റിൻ്റെ പൈസയൊക്കെ തന്നു. വോൾവോ ബസ്സിൽ അവിടെ പോയി ഇറങ്ങി. അവിടുത്തെ എൻ്റെ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് അങ്ങനെ എന്ന് പറഞ്ഞു, അവിടെ ചെന്നിറങ്ങി. ഞാൻ വിളിച്ചു,
ഒരു ബ്ലാക്ക് ബെൻസ് വന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചു വരും, നീ നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ, നമ്മൾ ഈ മൊസാദ് കേട്ടിട്ടൊക്കെ അല്ലേ ഉള്ളൂ. നോക്കിയപ്പം ഒരു 3 പീസ് സൂട്ട് ഇട്ട ബോൾഡായിട്ട്, തല ബോൾഡായിട്ടുള്ള, അപ്പോൾ അയാളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് സീരീസിൽ, നെറ്റ്ഫ്ലിക്സ് ഫിലിംസിൽ ഇപ്പോഴും ഉണ്ടത്, ഫോദ എന്ന് പറഞ്ഞൊരു മൊസാദിൻ്റെ ഒരു വലിയ ഫിലിമുണ്ട്. അത് കണ്ടു തീരണമെങ്കിൽ തന്നെ ഒരു മാസം 1.5 മാസമെങ്കിലും വേണം, ദിവസം 2-3 മണിക്കൂർ. അതിൽ റസ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ഏജൻ്റായിട്ട്, മൊസാദ് ഓഫീസറായിട്ട് വർക്ക്. അയാൾ തന്നെ ആകാരവും എല്ലാം, എവറിത്തിങ്. പിന്നെ എനിക്ക് ഇയാളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ റഷ്യൻ വൈസ് പ്രസിഡന്റ് വന്നപ്പോൾ ഞാൻ ഫുഡ് ടെസ്റ്റിംഗ് ഓഫീസറായിരുന്നു, ഐ വാസ് CI. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ FSO എന്നാണ് നമ്മുടെ SPG പോലെയുള്ള, അതിൻ്റെ കൂടെ ഒരാൾ, ഞാൻ അയാളെ പ്രത്യേകം നോട്ട് ചെയ്തു. സംസാരിക്കാനൊന്നും പറ്റിയില്ല, അയാൾക്ക് ഇംഗ്ലീഷാണ്, റഷ്യൻ മാത്രമേ. അയാളെ പോലെ ഇരിക്കുന്നു ഇയാൾ, എക്സാക്റ്റ് മൊസാദാണ്. അത് പിന്നെയാണ് മനസ്സിലായത് മൊസാദാണ്. അപ്പോൾ ഇയാളെ എനിക്ക് കാർഡ് എടുത്ത് തന്നു. കാർഡ് ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല, ജേണിയൊക്കെ കംഫർട്ടാകുമ്പോൾ ഞാൻ കംഫർട്ടബിളായിരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ അവിടെ പോയി ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു വലിയ കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ആ കോൺഫറൻസ് പങ്കെടുക്കുന്നത് അന്നത്തെ കർണാടക ആഭ്യന്തരമന്ത്രി ജോർജ്, പിന്നെ അന്നത്തെ അവിടുത്തെ പോലീസ് കമ്മീഷണർ റെഡ്ഡി. അപ്പോൾ അത് രണ്ടും കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. അഥവാ ഇനി മറ്റേ തോണ്ടിയെടുത്ത് റിപ്പോർട്ടാക്കിയാലും പിന്നെ ഒറ്റ സംഗതിയേ ഉള്ളൂ, എന്തുകൊണ്ട് നീ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയി എന്ന് മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുള്ളൂ. ഇവരെല്ലാം എനിക്കില്ല, അപ്പോൾ എനിക്കും പങ്കെടുക്കാൻ. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തു. ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് എനിക്ക് തന്നത്. അപ്പം ഞാനവിടെ ഇരുന്നപ്പം എനിക്ക് ഒരിക്കലും മനസ്സിലാവാത്തത്, ഈ വന്ന റാസയെ പോലെ ഇരിക്കുന്ന ഈ തല ബാൾഡായിട്ടുള്ള ഇയാളാണ് സംസാരിക്കുന്നത്, ഇയാളാണ് വന്നത് എന്നെ റിസീവ് ചെയ്യാൻ. അത് എനിക്ക് അയാളൊരു DYSP റാങ്കിലുള്ളൊരു ഓഫീസറാണെന്ന് തോന്നുന്നു മൊസാദിലൊക്കെ. അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ വന്നു. അദ്ദേഹം സംസാരിച്ചതായിട്ട് എല്ലാവരുടെയും കിളി പോയി അവിടെ ഇരുന്ന്. അദ്ദേഹം സംസാരിച്ചെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ന്യൂയോർക്കിൽ ആദ്യം പറഞ്ഞു ഞാൻ ഐ വർക്ക് ഇൻ ദ മൊസാദ്, നേരിട്ട് തന്നെ പറഞ്ഞു, നൗ ഐ വർക്ക് ഇൻ ദ മൊസാദ്, ബട്ട് ഏർലിയർ ഐ വാസ് അമേരിക്കൻ സിറ്റിസൺ. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഓഫീസിൽ, ഒരു ചെറിയ ഓഫീസാണ്, എൻ്റെ ചെറിയ ഷോപ്പ് പോലെയുള്ള ചെറിയ ഓഫീസാണ്, അൺഅസ്യൂമിങ്, ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാഫ്. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു 2 പേര് സൂട്ടും ടൈയും ഒക്കെ കെട്ടിയ 2 ഇന്ത്യൻസ് എൻ്റെ അടുത്ത് വന്ന് എന്നെ വിഷ് ചെയ്തു. ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, വി വോണ്ട് യുവർ സർവീസ്, വി തറലി സ്റ്റഡീഡ് അബൌട്ട് യു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ആദ്യം ഞെട്ടി. ഇയാൾ ഈ സദസ്സിലാണ് പറയുന്നത്. ഞാൻ ആദ്യം ഞെട്ടി, കാരണം ഞാൻ മൊസാദാണല്ലോ. അത് ഇവന്മാരെങ്ങനെ കണ്ടുപിടിച്ചു, മൊസാദെന്ന് പറഞ്ഞില്ല, ഇവന്മാരെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതിലാണ് ഞാൻ ഞെട്ടിയത്. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങളുടെ സർവീസ് ഞങ്ങൾക്ക് വളരെ അർജൻറ്റായിട്ട് അവിടെ വേണം ഡൽഹിയിൽ. അപ്പം ഇയാൾക്ക് ആദ്യം ഇയാൾ അങ്ങനെ ചാടി ഇറങ്ങില്ലല്ലോ. അപ്പം അയാൾ പറഞ്ഞ്, ഞാനൊരു ചെറിയ ഒരു ആളാണ്, ഐ ആം എ സ്മോൾ ഫ്രൈ, ചെറിയ ഷോപ്പ് പോലെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്, ലാപ്ടോപ്പ് പ്രൊജക്റ്റ് വർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അതൊന്നും അല്ല, നിങ്ങളാരാണെന്നുള്ള ഞങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്. അല്ല, നിങ്ങൾക്ക് അവിടെ IIT ഉണ്ട്, പിന്നെ അത് ഇങ്ങനെ പറഞ്ഞു, വോഡാഫോൺ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ അപ്രോച്ച് ചെയ്തുകൂടെ? അപ്പോൾ ഏകദേശം എവിടെയാണെന്ന് പറഞ്ഞില്ല, ഏകദേശം നേച്ചർ ഓഫ് വർക്ക് ഞാൻ ചെയ്യേണ്ടത് അവർ സൂചിപ്പിച്ചെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞ, അതല്ല, ഞങ്ങളിത് ഒരുപാട് സ്റ്റഡി ചെയ്തു, ഇതാരെ കൊണ്ട് ഫിക്സ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ ഞങ്ങളുടെ റിക്വസ്റ്റ് പരിഗണിക്കണം, നിങ്ങൾക്ക് എങ്ങനെ ചാർട്ടർ ചെയ്ത, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് വേണമെങ്കിൽ അത് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അപ്പം ഇയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇത് മൊസാദിൻ്റെ കൗണ്ടറായ റോയിലുള്ളവരാണ് ഈ വന്നത് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ടു ബി ഓൺ സേഫർ സൈഡ്, ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ വന്നോളാം, പാസഞ്ചർ ഫ്ലൈറ്റിന് വന്നോളാം, അതാണല്ലോ കുറച്ചുകൂടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള.
അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പം അയാൾ പറഞ്ഞ വേർഡ് ഇതാണ്, ഒരു ലെമസോൺ വന്നെന്നാണ് പറഞ്ഞത്. ലെമസോൺ ഞാൻ മനസ്സിലാക്കുന്ന നീളത്തിലുള്ള കാറാണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ അത്രയ്ക്കൊരു വലിയ വിലപ്പെട്ട ഒരു കക്ഷിയാണ്. നമ്മുടെ റോ അത് മനസ്സിലാക്കി. അപ്പോൾ ഇയാളെ ഈ ലെമസോൺ എവിടുന്ന് വാടകയ്ക്ക് എടുത്തതാണോ എന്ന് അറിഞ്ഞൂടാ. അവിടെ എങ്ങനെ ലെമസോൺ കാണില്ല. വന്ന് റിസീവ് ചെയ്ത് കൊണ്ടുപോയി. ചെന്നിറങ്ങിയപ്പം കാറിന് വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ എവിടെയാണ് വന്ന് ഇറങ്ങിയതെന്ന് മനസ്സിലായത്. ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഞാൻ വന്നിറങ്ങിയത്. അപ്പോൾ അവിടെ ചെന്ന് പ്രൈം മിനിസ്റ്റർ ഇല്ല, മൻമോഹൻ സിംഗ് ജിയാണ്. അപ്പോൾ ഇത് 2014 മോഡിജി കയറിയ സമയത്താണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സസ്പെക്ട്സേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഒരുപാട് മാസീവായിട്ട് ഇവിടുന്ന് ഇൻഫർമേഷൻ പുറത്തു പോകും. അപ്പോൾ അത് ഞങ്ങളുടെ സംശയം കറക്റ്റാണോ എന്ന് അറിയാനാണ് നിങ്ങളെ വിളിച്ചത്. ഞങ്ങൾ എന്ത് പ്രിക്കോഷൻ ചെയ്യണം ഇനി ഭാവിയിൽ? അപ്പം അങ്ങനെ പറയണത് ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. അത്ര പ്രധാനപ്പെട്ട സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഇത്രയും വലിയൊരു പ്രോബ്ലം. അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അത് ചൈനീസ് റൗട്ടറാണ് അവിടെ ഫിക്സ് ചെയ്ത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട, നമ്മുടെ ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ ചൈനീസ് റൗട്ടേഴ്സാണ് വെച്ചിരിക്കുന്നത്. മൻമോഹൻ സിംഗ് ജി പാവമാണ്, അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയൊന്നും പിടിയില്ല. പക്ഷെ ഉത്തരവാദപ്പെട്ടവർ ചെയ്യുന്ന നമ്മുടെ രാജ്യം എവിടെയാണ് നിന്നിരുന്നത് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറഞ്ഞത്, ഓപ്പണായിട്ട് പറഞ്ഞ ഇതാണ്, നിങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ഫാർട്ട് ചെയ്ത കീഴ്ശ്വാസം വിട്ടാൽ അത് ബെയ്ജിങ്ങിൽ കിട്ടും, അതിൻ്റെ സൗണ്ട് എത്ര മണിക്ക് എന്ന്. പിന്നെ ഫയൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസ് അല്ലല്ലോ. ഒരു ഫയൽ ഇങ്ങനെ മറിച്ചാൽ അത് കംപ്ലീറ്റ് കോപ്പി ചെയ്ത് അത് ബെയ്ജിങ്ങിൽ പോകും. ആവശ്യമില്ലാത്ത ഫയലാണെങ്കിൽ പോലും എവറിത്തിങ് കംപ്ലീറ്റ്ലി അണ്ടർ ചൈനീസ് കൺട്രോൾ. അപ്പം അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവർ പറഞ്ഞ റൗട്ടറെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾ എക്സ്പെർട്സിനെ അവിടെ കൊണ്ടുവന്നു. എന്നിരുന്നാലും പിന്നെ അത് കറക്റ്റ് ചെയ്തിട്ട് എങ്ങനെ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇസ്രായേലോ റഷ്യൻ ഇതാണ് ഡിവൈസാണ് അവർ പിന്നെ ചെയ്തത്. റൗട്ടർ പിന്നെ വേറെ റൗട്ടറാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു. വേറെയും ചില ഡിവൈസസ് ക്ലാൻഡസ്റ്റൈൻ രീതിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നു. ഇങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെയൊക്കെ പോകാൻ നിവർത്തിയില്ല, ഒരിടത്തും പോകാൻ നിവർത്തിയില്ല, എവറിത്തിങ്. അപ്പോൾ ഇത് ADGP റാങ്കിലുള്ള ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ കേട്ടോണ്ടിരിക്കുകയാണ്, ഹോം മിനിസ്റ്റർ കേട്ടോണ്ടിരിക്കുകയാണ്, പിന്നെ വേറെ ഒരുപാട് IPS ഓഫീസേഴ്സ് IAS ഓഫീസേഴ്സ് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്നിട്ട് എന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് എന്നെ ഒരു ഡെലിഗേഷനിലേക്ക് അവരെ പരിചയപ്പെടുത്തി. അവിടെ ഡെലിഗേഷൻ, അതിൻ്റെ ഒരു ലീഡർ ഇന്ത്യ ഖാനാണ്. ഈസ് എ മഹാരാഷ്ട്ര മുസ്ലിം ട്രേഡർ. അയാൾ അവിടുത്തെ മഹാരാഷ്ട്രയിലെ നാസിക്കാണോ നാഗ്പൂരാണോ അവിടുത്തെ വലിയൊരു ട്രേഡറാണ്. അപ്പം അദ്ദേഹം ആണ് ഈ ഡെലിഗേഷൻ നയിക്കുന്നത്. ഇത് ഇസ്രായേലിലോട്ട് പോവുകയാണ്. അപ്പം ഈ പാസ്സായ പോലെ ഇരിക്കുന്ന ആളെൻ്റെ അടുത്ത് പറഞ്ഞു, വി വാണ്ട് യു, വി വെൽക്കം യു ടു ഇസ്രായേൽ. അപ്പം ഞാൻ അദ്ദേഹം ചോദിച്ചു, ഫെയർ എത്ര വരും എന്ന്. അത് വി ഡോണ്ട് നോ, യു ഹാവ് ടു ചെക്ക് ഇറ്റ്, ബട്ട് ഇസ്രായേൽ ഗവൺമെൻറ് കനോട്ട് അഫോർഡ് യുവർ പ്ലെയിൻ ഫെയർ, ബട്ട് വൺസ് യു റീച്ച് ഇസ്രായേൽ വി വിൽ ലുക്ക് ആഫ്റ്റർ യു 10 days. അപ്പം ഞാൻ പോയി ആ മുസ്ലിമിൻ്റെ അടുത്ത് ചോദിച്ചു, എത്ര രൂപയാവും? എൻ്റെ ഒരു ഓർമ്മ 2014 ഓർമ്മ 1,00,000 കൂടുതലാവും. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അത് വഴിയെങ്കിൽ പോയി. നമുക്കൊന്ന് 1,00,000 കൂടുതലെന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം. പക്ഷേ ഇവിടെ വന്നാൽ എന്നെ റിട്ടയർ ചെയ്ത് എനിക്ക് പെൻഷൻ പോലും കിട്ടാത്ത വിധത്തിൽ ഉമ്മാർ എഴുതി അയച്ച്, പിന്നെ മീഡിയയിൽ കൂടെ ചാരൻ, ഇസ്രായേൽ ചാരൻ എന്നൊക്കെ പറഞ്ഞ് നശിപ്പിച്ച് എഴുതി നാശമാക്കിയാണ്. പിന്നെ ഇല്ല, ഇത് കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് പക്ഷെ ഞാൻ എപ്പോഴും ആലോചിച്ചു, ഇതെങ്ങനെ ഇസ്രായേൽ, ഞാൻ പാവപ്പെട്ട പോലീസ് ട്രെയിനിങ് ഉള്ളതിനകത്ത് അടച്ച റൂമിനകത്ത് ക്ലാസ് എടുക്കുന്നു. അവിടെയുള്ള പോലീസുകാരും ഇസ്രായേലി ചാരനല്ല, അവരാരും പോയി, അവർക്കൊന്നും കണക്ഷനൊന്നുമില്ല. ഒരു തെളിവും കിട്ടിയിട്ടില്ല, ആരായിരിക്കും? കിട്ടി. ഞാൻ കണ്ടുപിടിച്ചു. അപ്പം ഞാൻ പിന്നെ അവസാനം എൻ്റെ സ്വാമിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സ്വാമി, ഇതെങ്ങനെ
ഇവന്മാരെങ്ങനെ കണ്ടുപിടിച്ചു? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജൂതനെ ഞാൻ കണ്ടിട്ടില്ല. ഇതെങ്ങനെ ഞാൻ ഇവന്മാരെ പറ്റി ക്ലാസ് എടുക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ സ്വാമി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട്, സ്വാമിക്ക് കമ്പ്യൂട്ടറൊന്നും അറിഞ്ഞൂടാ. സ്വാമി പറഞ്ഞ്, സാറ് പിന്നെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു ഉണ്ട്. അങ്ങനെയായിരിക്കും എന്ന് സ്വാമി പറഞ്ഞ് നിർത്തി. എനിക്കപ്പോൾ കത്തിയില്ല. പിന്നെ ഞാൻ വന്നിരുന്ന് ആലോചിച്ചപ്പോൾ, അന്ന് നമ്മളാരും ഇത്ര കമ്പ്യൂട്ടർ സാവി ഒന്നും അല്ലല്ലോ. ഇപ്പോഴും നമ്മൾ വലിയ സാവിയല്ല, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷെ അന്ന് അതും പോലും ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ തന്നെയാണ് ഈ കംപ്ലീറ്റ് മെറ്റീരിയൽ എടുത്തത്. ഈ ക്ലാസ്സിനുള്ള മെറ്റീരിയൽ മൊത്തം നെറ്റിൽ നിന്ന് എടുക്കുന്ന ഞാനാണ്. ചില പ്രത്യേക സൈറ്റിൽ പോയാണ് മെറ്റീരിയൽ എടുക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പിന്നെ ഇത് ക്ലാസ്സിലേക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ കീ ലോഗിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് CIA ഇത്ര അടിച്ചാൽ മതി, ഉടനെ അലർട്ടാവും. CIA ഹെഡ്ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ഇവിടെ സിംഗപ്പൂരോ എവിടെയെങ്കിലും അവരുടെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അത് പിന്നെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം വരും, ആരാ എന്താണെന്നൊക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരതിൻ്റെ പുറകെ വരാനായിട്ട്, ഞാൻ ആളല്ല, അല്ലാതെ നമ്മളെ മോണിറ്റർ ചെയ്യാനായിട്ട് സംവിധാനങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഐ സീരിയസ്ലി ഡൗട്ട് ദാറ്റ് ദേ ഹാഡ് ഈവൻ the video of my class, what I had taken, when I had taken these classes എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം അന്ന് അവർക്കൊരു അപ്രിസിയേഷൻ തോന്നി കാണും. അതുകൊണ്ടായിരിക്കും എന്നെ കോണ്ടാക്ട് ചെയ്തത്. ബാക്കി ആരെയും കോണ്ടാക്ട് ചെയ്യാത്തത്. അങ്ങനെ അത് ഒരു അങ്ങനെ എൻ്റെ കരിയറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് 2025 വരെ എടുത്തെന്ന്, ഇപ്പം ഇന്ന് വരെ എന്ത് എടുത്തെന്ന് പറഞ്ഞാൽ, എനിക്കൊരു ഹെസിറ്റേഷനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുമെന്നാണ്. പക്ഷേ ഇപ്പം വേറെ കാര്യമൊന്നുമില്ല. അവർ പിന്നെ ഇതൊക്കെ തന്നു, അക്കോമഡേഷൻ തന്നു, ഒരു ദിവസത്തെ അക്കോമഡേഷൻ തന്നു, ഫുഡ് തന്നു, പിന്നെ ഇൻവിറ്റേഷൻ തന്നു. പക്ഷെ ഞാൻ പോയില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ഇനിയും ഇതുപോലെ ഉള്ള തുടർന്നുള്ള കാര്യങ്ങളൊക്കെ താങ്കളിലൂടെ തന്നെ നമുക്ക് നമ്മളെ ചാനലിലൂടെ തന്നെ പറയാം. അല്ല, ചിലപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് അവരെ അറിയുമായിരുന്നു. അതെ, അതാണ് മറ്റൊരു കാര്യം. എന്തായാലും വളരെ നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു നടന്നത്. താങ്ക് യു. വന്ദേ മാതരം.